ഇന്ന് നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതിയവരുടെ ശ്രദ്ധയ്ക്ക് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി കെ വാസുദേവൻ പിള്ളയാണ് കേട്ടോ. കെ വാസുദേവൻ പിള്ളയാണ്. ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അതോടൊപ്പം തന്നെ അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1904 ആണ്. നാലാമത്തെ ചോദ്യം, മലബാർ ലഹളയ്ക്ക് ഇരയാക്കവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ്. അഞ്ചാമത്തെ ചോദ്യം, വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആറാമത്തെ ചോദ്യം, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുസിരീസ് ആണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. എട്ടാമത്തെ ചോദ്യം, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ദാമോദർ ആണ് കേട്ടോ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി താരാപൂർ ആണ്. 10, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ്. 11, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മെർക്കുറി ബാരോമീറ്റർ ആണ്. 12, ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏപ്രിൽ 22 ആണ്. 13ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 13 ഏതാണ്? പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് ആണ്. പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹൽനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചതെന്നാണ് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം PC മഹൽനോബിസ് ആണ് എന്താണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയാം. അതുപോലെ തന്നെ മഹൽനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹൽനോബിസ് ആണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്? ബന്ധമുള്ള പ്രസ്താവനകൾ പറയാം. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി അളവ് നിശ്ചയിക്കുക, രണ്ടാമത്തേതും. അതോടൊപ്പം തന്നെ 4ാമത്തേതും ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 4ഉം ശരിയാണെന്നുള്ളതാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ ഭരണപരിഷ്കാര വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലം വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. വികസിത ഭാരതമാണ്. വികസിത് ഭാരതാണ്. നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞൊരു പോയിന്റാണ്. വികസിത് ഭാരതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നതാണ് ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്. 16ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 17, ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടനയാണ്. 18ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. 19ാമത്തെ ചോദ്യം,
ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ പട്ടേലാണോ? അല്ലല്ലോ, BR അംബേദ്കർ അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലിക അവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് ശരിയായിട്ടുള്ളത്. 20ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് ശരിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 21ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 22, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഉത്സവാധികാരമാണ്. ഉത്സവാധികാരമാണ്. 23, രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുകയെന്നാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. 24, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 25, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റിയാണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രാദേശിക ഗവൺമെന്റ് സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തലാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അപ്പൊ 26ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 27, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ലോക് ഭവൻ ആണ്. ഇന്നലെ കൂടെ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, 28ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. അതായത് എന്താണ്? കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 28ന്റെ ആൻസർ ഓപ്ഷൻ സി 2 മാത്രമെന്നാണ്. 29ാമത്തെ ചോദ്യം, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ്. 30ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അതായത് ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1, 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 31, വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശ്രീ K സോമപ്രസാദ് ആണ്. 32, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ ഓപ്ഷൻ എ സെറിബെല്ലമാണ്. 33, ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കരളാണ് കേട്ടോ. 34, കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ സൗഹൃദപരമാക്കുക എന്നുള്ളതാണ്. 35, താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മലേറിയയാണ്. 36, വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബെറിബെറിയാണ്. 37, 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ആണ്, NDC എന്ന് പറയും. 38, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ഇതെല്ലാം ശരിയായിട്ടുള്ള
പ്രസ്താവനകളായിട്ടുള്ളത്. 38ന്റെ ആൻസർ ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. 39 വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നുള്ളത്. ആൻസർ ഓപ്ഷൻ സി 5 സെന്റിമീറ്റർ ആണ്. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലും ആയിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 41 കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലൂബേർഡ് 6 ആണ്. 42ാമത്തെ ചോദ്യം, ഈ ഒരു രാസപ്രവർത്തനത്തെക്കുറിച്ച് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട്. അതായത് ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 43 താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. Na2O-യും Na2 അസിഡിക് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 44 ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ട്. 45 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായിട്ടുള്ള സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ്. 46 മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്. ആൻസർ ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ. 47 നാടൻ ജീവിതത്തിന്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെക്കൻ പാട്ടാണ്. 48 ഏറിയ ദുഃഖത്തിലും ജീവിതത്തോല്ലാസത്തിന്റെ വേരുറപ്പിടപ്പോൾ കാണുമോ വേറെങ്ങാനും എന്നീ ഈ വരികൾ രചിച്ച കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. 49 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായികതാരമാരാണ്? ആൻസർ ഓപ്ഷൻ സി PR ശ്രീജേഷ് ആണ്. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരി. അതായത് ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. അതോടൊപ്പം തന്നെ സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരവും നേടി. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി മാത്സ് ആണ്. മാത്സ് പറഞ്ഞു പോവാണ്. 51ന്റെ ആൻസർ ഓപ്ഷൻ ബി 54 ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 5⁷ ആണ്. 53ന്റെ ആൻസർ ഓപ്ഷൻ എ 20 ആണ്. 54ന്റെ ആൻസർ ഓപ്ഷൻ ബി 1/4 ആണ്. 55ന്റെ ആൻസർ ഓപ്ഷൻ എ 4:49 ആണ്. 4:49 ആണ്. 56ന്റെ ആൻസർ ഓപ്ഷൻ സി 28 ആണ്. 57ന്റെ ആൻസർ ഓപ്ഷൻ ഡി 63 ആണ്. 58ന്റെ ആൻസർ ഓപ്ഷൻ സി 45 ഡിഗ്രി ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 999 ആണ്. 60ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3125 ആണ്. ഇനി ഇംഗ്ലീഷ് ആണ്. 61ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി നെവർത്തലെസ് ആണ് വരുന്നത്. 62ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട് എന്നതാണ് വരുന്നത്. 63ന്റെ ആൻസർ ഓപ്ഷൻ എ വോണ്ട് ഷീ ആണ് വരുന്നത്. 64ന്റെ ആൻസർ ഓപ്ഷൻ ഡി 4 ആണ്. 65ന്റെ ആൻസർ ഓപ്ഷൻ എ ഹാസ് മെയ്ഡ് ആണ് വരുന്നത്. 66ന്റെ ആൻസർ ഓപ്ഷൻ ബി പെസിമിസം ആണ് വരുന്നത്. 67ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ടു സ്പിൽ ദ ബീൻസ് ആണ് വരുന്നത്. 68ന്റെ ആൻസർ ഓപ്ഷൻ ഡി അക്കോമഡേഷൻ ആണ് വരുന്നത്. 69ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ കാളറ്റ് ആണ് വരുന്നത്. 70ന്റെ ആൻസർ ഓപ്ഷൻ ഡി എപ്പിക്യൂർ ആണ് വരുന്നത്. ഇനി മലയാള ചോദ്യമാണ്. 71ന്റെ ആൻസർ ഓപ്ഷൻ എ ഐകമത്യമാണ് വരുന്നത്. 72ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒരു വിഹക വീക്ഷണം എന്നാണ് വരുന്നത്. 73 ഓപ്ഷൻ എ എങ്കിൽ ആണ് വരുന്നത്. 74 ഓപ്ഷൻ ബി വൈദ്യരാണ്. 75ന്റെ ആൻസർ നദി എന്നർത്ഥം വരുന്നതാണ്. ഓപ്ഷൻ സി തടിനിയാണ്. 76 ഓപ്ഷൻ ബി മണ്ഡനമാണ്. 77 ഓപ്ഷൻ ഡി ഏഷണി പറയുക എന്നതാണ്. 78ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രാമനും രാജനും തമ്മിൽ കലഹം ഉണ്ടാക്കുന്നു. 79 ഓപ്ഷൻ എ അമൂല്യമാണ്.
80ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി രാജ്ഞിയാണ് കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിപ്പിച്ച എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി ക്ലാസ്സുകൾ കണ്ട കൂട്ടുകാർക്ക്, റിവിഷൻ ക്ലാസ് കണ്ട കൂട്ടുകാർക്കും സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് മാർക്കും ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 81ാമത്തെ ചോദ്യം, പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഞാൻ റിവിഷൻ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 82ാമത്തെ ചോദ്യം, ശിക്ഷാ തടവുകാരുടെ അവധി സംബന്ധിച്ചുള്ള കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജില്ലാ കളക്ടറാണ് വരുന്നത്. 83 കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞതാണ്, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ മലപ്പുറം. 84 ഭരണ നിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 3 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 85 ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെയാണ് ജയിലിൽ പ്രവേശിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കുന്നത്? ഞാൻ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 6 വയസ്സാണ്. 86 ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 8(1)(a) ആണ്. 87 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒക്ടോബർ 12, 2005 ആണ്. 88 ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ്. 89 ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ഡിസംബർ 10 ആണ്. 90ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 48 മണിക്കൂറാണ്. 91ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? സിമ്പിൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1993 ആണ്. 92 താഴെ പറയുന്ന കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ CRC ആണ്. 93 ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂയോർക്ക് ആണ്. 94 മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 30 ആണ്. 95 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 96ാമത്തെ ചോദ്യം, മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് എന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 97 അസ്തിത്വ ബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. 98 ഫ്രോയിഡിന്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഫാലിക് ഘട്ടത്തിലാണ്. ഫാലിക് ഫേസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. 99 ഏതാണ്? ജൈവിക അഭിപ്രേരണയെ പ്രധാനമായി നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈപ്പോ തലാമസ് ആണ്. 100ാമത്തെ ചോദ്യം, സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോഷ്യൽ ഫോബിയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത്. ഈ ഒരു ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു ആൻസർ മാർക്ക് ചെയ്ത PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു PDF വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ പോൾ ഇടുന്നതാണ്, ഈ ഒരു പരീക്ഷയുടെ പോൾ ഇടുന്നതാണ്. അപ്പോൾ പോള് അനലൈസ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പം ആ പോള് നിങ്ങൾ ഈ ഒരു പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ആ പോളിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്നും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് മാർക്ക് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.